യെസ് സെക്യൂരിറ്റീസിൻ്റെ ഒരു റിപ്പോർട്ടാണ്. നിലവിലിപ്പോൾ ഇപ്പാക്ട് ഡ്യൂറബിൾസിന് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുകയാണ് യെസ് സെക്യൂരിറ്റീസ്. ഏകദേശം 45% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് നിലവിൽ ഈ ഒരു ഓഹരിയിൽ അവർ കാണുന്നത്. നിലവിലിപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് പിയർ കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പാക്ട് ഡ്യൂറബിൾസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു റേറ്റിലാണ്. അതായത് ആംബർ എൻ്റർപ്രൈസസ് ആയാലും PG ഇലക്ട്രോപ്ലാസ്റ്റുമാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള പിയർ കമ്പനികൾ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു PE റേഷ്യോ ഒക്കെ വെച്ച് നോക്കുമ്പോഴും വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു റേറ്റിൽ, അതായത് വളരെ ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആണ് നിലവിൽ ഇപ്പോൾ ഇപ്പാക്ട് ഡ്യൂറബിൾസിനുള്ളത്. നിലവിലെ ഒരു മാർക്കറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ 353 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് 525 രൂപയുടെ ഒരു ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒക്കെ തന്നെ കമ്പനിക്ക് RIC, അതായത് റൂം എയർ കണ്ടീഷണർ രംഗത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നു. ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടും ഇപ്പാക്ട് ഡ്യൂറബിൾസിന് സാധിച്ചിട്ടുണ്ട്. കൂടാതെ മുൻപ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു RIC മേഖലയിലേക്ക് കമ്പനിക്ക് വലിയൊരു രീതിയിലുള്ള ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നു. കൂടാതെ കസ്റ്റമർ കോൺസെൻട്രേഷൻ റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിലും വളരെ ഉയർന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഈ ഒരു കസ്റ്റമർ കോൺസെൻട്രേഷൻ പരിശോധിക്കുകയാണെങ്കിലും ഡൈവേഴ്സിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീസിസ് ആയിട്ട് യെസ് സെക്യൂരിറ്റീസ് നിലവിൽ ഇപ്പോൾ കാണുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല പാർട്ട്ണർഷിപ്പും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പാക്ട് ഡ്യൂറബിൾസിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഹൈസെൻസുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ്. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റൂം AC സെഗ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു നേട്ടമുണ്ടാക്കാൻ സാധിക്കും. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1 മില്യൺ യൂണിറ്റ് നിർമ്മിക്കുന്ന ഒരു കപ്പാസിറ്റിയാണ് നിലവിലിപ്പോൾ ഇപ്പാക്ട് ഡ്യൂറബിൾസിന് ഉള്ളത്. ഇത് ഏകദേശം ഒരു 1.5 മില്യണായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഒക്കെ നടന്നു വരുന്നു. കൂടാതെ ബുമിൻ JV എന്ന് പറയുന്ന കമ്പനികളായിട്ട് സ്മാർട്ട് ഓഡിയോ, അതായത് സൗണ്ട് ബാസ്, TV സ്പീക്കേഴ്സ് എന്നിവ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറുണ്ട്. ഏകദേശം 2028 സാമ്പത്തിക വർഷത്തിൽ നിന്ന് കമ്പനിക്ക് ഈ ഒരു 2 ബില്യൺ രൂപ ഒരു വരുമാനമായിട്ട് കൈക്കലാക്കാൻ സാധിക്കുമെന്നൊരു ഫോർകാസ്റ്റ് കൂടിയാണ് നിലവിൽ ഇപ്പോൾ യെസ് സെക്യൂരിറ്റീസ് നടത്തിയിരിക്കുന്നത്. കൂടാതെ ഡേക്കിനായിട്ടും പാനസോണിക്കായിട്ടും ഒക്കെ തന്നെ ക്രിട്ടിക്കലായിട്ടുള്ള RIC കോമ്പോണൻസും PCB കൺട്രോളേഴ്സും ഒക്കെ നൽകുന്നതിനൊക്കെ മാനുഫാക്ചറിങ് കരാറുകളൊക്കെ തന്നെ നിലനിൽക്കുന്നതും കമ്പനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ രാംരത്ന വയേഴ്സുമായിട്ടും ഒരു കരാറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇപ്പാക്ട് ഡ്യൂറബിൾസിന് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളായിട്ടും ബിൽഡ് ചെയ്യാൻ സാധിച്ചത് നിലവിലിപ്പോൾ കമ്പനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്.